ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് ഈവനിങ്. നമ്മള് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ മക്കളെ നമ്മള് ലൈവിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കാത്തിരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം നമ്മളെ സംബന്ധിച്ച് മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ. മാത്രമല്ല, ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഓരോ വിദ്യാർത്ഥികളെയും അലേർട്ട് ആക്കുന്ന +1 +2 വിദ്യാർത്ഥികളെ ഇല്ലേ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഏതാനും ദിവസങ്ങളിൽ വന്നു. ഇത് ശരിക്കും ഒരു വാണിംഗ് തന്നെയാണ് സാറേ. കാര്യം വെച്ചാൽ ന്യൂ ഇയറിന്റെ സെലിബ്രേഷനിൽ നിങ്ങൾ മതിമറന്ന് പോകരുത്. കാരണം അത് കഴിഞ്ഞ് നമുക്ക് വേറെ ഏർപ്പാടുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തോളൂ, പക്ഷെ ഇത് മനസ്സിലുണ്ടാവണം. മനസ്സിലുണ്ടാവേണ്ടത് മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ. മാത്രമല്ല, അവരെ സംബന്ധിച്ച് ന്യൂ ഇയർ ചലഞ്ച് എന്താകണം, മറ്റൊരു കാര്യമില്ല. അവരുടെ കരിയർ സേഫ് ആക്കുക, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാൻ ന്യൂ ഇയറിലേക്ക് വെക്കുക. ആ പ്ലാൻ അനുസരിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും, ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. സോ അവരുടെ ന്യൂ ഇയർ ചലഞ്ച് എന്താണെന്ന് നമ്മളിവിടെ ആവശ്യമില്ല ഇല്ലേ. സോ മക്കളെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങളുടെ എക്സാമിനേഷന്റെ ടൈം ടേബിൾ. ദാറ്റ് മീൻസ് മോഡൽ എക്സാമിനേഷന്റെ ടൈം ടേബിൾ കൂടി ഔട്ട് ആയിരിക്കുന്നു. ഓൾറെഡി നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷന്റെ ടൈം ടേബിൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ടൈം ടേബിൾ തന്നിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ ഔട്ട് ആയിരിക്കുന്നു. ആ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ പ്രകാരമാണ് നമുക്ക് ഇനി നമ്മുടെ പഠനത്തിനെ ക്രമീകരിക്കേണ്ടതായിട്ടുള്ളത്. ഒരേ സമയം തന്നെ +1ന്റെയും +2ന്റെയും എക്സാമിനേഷൻ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സോ രണ്ട് എക്സാമിനും 2 ഇയറുകാരും അല്ലെങ്കിൽ +1കാരും അതുപോലെ തന്നെ +2കാരും തുല്യമായിട്ടുള്ള പ്രാധാന്യം നിങ്ങളുടെ എക്സാമിനേഷന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മോഡൽ എക്സാം, എന്റെ ഒറ്റ ക്വസ്റ്റ്യൻ, മോഡൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സിലബസും കംപ്ലീറ്റ് സിലബസും വരുന്ന എക്സാമിനേഷൻ, അതായത് മാർച്ച് മാസം ഇവർ എഴുതാൻ പോകുന്ന എക്സാം ഏതാണോ ആ എക്സാം. അത് തന്നെയാണല്ലോ അതിന്റെ പേരും സാറേ, മോഡൽ എക്സാം. അങ്ങനെയാണെങ്കിൽ പക്ഷെ എന്റെ മുന്നിൽ ഒറ്റ ക്വസ്റ്റ്യൻ, 1 month. ജാനുവരി 2024 ജാനുവരി എന്ന് പറയുന്ന ഒരൊറ്റ മാസം മാത്രമേ ഇവരെ മുന്നിലുള്ളൂ. തീർക്കേണ്ടത് 1 year. 1 year ചലഞ്ച് ആണ് ഇവരെടുക്കുന്നത്. 1 month 1 year ചലഞ്ച്. 1 yearലെ കംപ്ലീറ്റ് സിലബസും നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. സോ ആലോചിക്കുമ്പോൾ തന്നെ ആസ് എ ടീച്ചർ നമുക്ക് ടെൻഷൻ, ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് പഠിപ്പിക്കണം എന്നുള്ളതാണ് അല്ലെ. കൃത്യമായി പഠിപ്പിച്ച് തീർക്കണം. അതുപോലെ തന്നെ അവർ പഠിക്കണം. ഇതിലൊക്കെയുള്ള വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഇവരുടെ മുന്നിൽ അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ സാറേ. നമുക്ക് സദാശിവ മാഷോടും സ്നേഹമാനോടൊക്കെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എത്രയും പെട്ടെന്ന് ഈ ഒരു ഇൻസ്റ്റന്റ് ലൈവ് നമ്മളെ +1 പഠിക്കുന്ന മുഴുവൻ നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെ, +2 പഠിക്കുന്ന മുഴുവൻ കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാ വിദ്യാർത്ഥികളും അറിയിക്കുക, എല്ലാ ആളുകളും അറിയട്ടെ. ഒരുപക്ഷെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഇത് എങ്ങനെയാണ് എക്സാമില് ഡീല് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം നമുക്ക്. സോ എത്രയും പെട്ടെന്ന് നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഏർപ്പാട് നമ്മളെ ലൈവിനകത്തിരിക്കുന്ന നമ്മുടെ സ്നേഹ മാം ഉണ്ട്, സദാശിവൻ സാറുണ്ട്, രഞ്ജുഷ മാം ഉണ്ട്, മാളവിക മാം ഉണ്ട്, എല്ലാ ആളുകളുണ്ട്. സോ എല്ലാ ആളുകളും മാക്സിമം നമ്മളെ കുട്ടികളെ ഒന്ന് അറിയിച്ചേക്കുക. ബിക്കോസ് ഇത് ഇപ്പൊ തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മള് ഇപ്പൊ നമ്മള് ഇത് രണ്ട് ലൈവിനകത്തും പോവേണ്ടുന്ന, 2 ചാനലിനകത്തും പോവേണ്ടുന്ന ലൈവായിരുന്നു. പക്ഷെ നമുക്കിപ്പോ അൺഫോർച്ചുനേറ്റ്ലി ഒരൊറ്റ ചാനൽ മാത്രമാണ് ഇപ്പം ഈ ഒരു സമയത്ത്, ഈ ഒരു ക്രൂഷ്യൽ ടൈമിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ലിങ്ക് എവിടെ കിട്ടും? എക്കണോമിക്സ് ഒന്ന് പറഞ്ഞൂടാ പ്ലീസ്, എനിക്ക് അതിനെ മലയാളം നോട്ട്സ് PDF തരുമോ? എക്കണോമിക്സ് ഒന്ന് പറഞ്ഞൂടാ സർ പ്ലീസ്, എക്കണോമിക്സ് ഒന്ന് പറഞ്ഞൂടാ. യെസ് വിജാസ്, ഇപ്പൊ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ അല്ലേ. വിജാസ്, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ഒന്നുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ നമ്മൾ തരുവടാ. നിങ്ങൾക്ക് എക്കണോമിക്സ് ആണോ, അക്കൗണ്ടൻസി ആണോ, ബിസിനസ് സ്റ്റഡീസ്, വാട്ട് എവർ. യെസ്, കമ്മ്യൂണിറ്റി ലിങ്ക് എവിടെ കിട്ടും? നമ്മളെ ചാനലില് കമ്മ്യൂണിറ്റി ലിങ്ക് കിട്ടൂടാ. നമ്മളെ ചാനലിനകത്ത് വേഗം എല്ലാ ഫ്രണ്ട്സും വിജാസ് വേഗം ക്ലാസ് ഗ്രൂപ്പിലിട്ട് വേഗം കയറി വരാൻ പറയാം. അധികം സമയം പോവാതെ തന്നെ നമുക്ക് ടൈം ടേബിൾ പറയാം. അതിനുശേഷം ഒരു എക്സാം സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് പറഞ്ഞു കൊടുക്കണം. ടൈം ടേബിൾ പ്രകാരം ആക്ച്വലി ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കൂടുതൽ നോക്കിയിട്ടില്ല. കാരണം നമ്മൾ അത്രയേറെ ടെൻഷൻ ആവും. കാരണം ഒരു ദിവസം 2 എക്സാം വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ബിക്കോസ് ഈ മോഡൽ എക്സാം എത്ര
എത്രയും പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. Yes. കാരണം മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ എക്സാം വെച്ച് നടത്തുകയാണെങ്കിൽ ഒരുപാട് ടൈം അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സാം ടൈം ടേബിൾ വന്നിരിക്കുന്നത്. അതിൽ നിങ്ങൾ നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല. 2 ദിവസം ഒരു എക്സാം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഡേയ്സ് സേവ് ചെയ്യാം. എനിക്ക് ആക്ച്വലി ഇത് കൃത്യമായിട്ടും ഫോളോ ചെയ്യേണ്ടത് യഥാർത്ഥത്തില് പ്ലസ് വൺ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. പ്ലസ് ടു ഓൾറെഡി അവരുടെ പ്ലസ് വണ്ണിന്റെ മോഡൽ എക്സാമിനേഷൻ എഴുതി, അതേപോലെ തന്നെ പ്ലസ് വണ്ണിന്റെ പബ്ലിക് എക്സാമിനേഷൻ എഴുതി. ഒരു വലിയ ശതമാനം ആളുകളെങ്കിലും പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എഴുതി. then വീണ്ടും അവരൊരു മോഡൽ എക്സാമിലേക്ക് പോകുന്നു, അതിനുശേഷം അവർ പബ്ലിക് എക്സാം. സോ ദേ ആർ എക്സ്പീരിയൻസ്ഡ്. പക്ഷെ പ്ലസ് വണ്ണുകാരെ സംബന്ധിച്ച് അവർ ഇങ്ങനെ ഇത്തരത്തിൽ എഴുതാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ പരീക്ഷയാണിത്. അപ്പോ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ, കൃത്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നത് എവിടെയായിരിക്കും? പബ്ലിക് എക്സാമിൽ സ്ട്രഗിൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും മക്കളെ പ്ലസ് വണ്ണുകാർ കൃത്യമായിട്ടുള്ള പ്ലസ് വണ്ണുകാരും പ്ലസ് ടു കാരും അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും പ്ലസ് വണ്ണുകാരെ സംബന്ധിച്ച് പറയുകയാണ്, ഈ ഒരു മോഡൽ എക്സാമിന് നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. ആ പ്രാധാന്യത്തോടു കൂടി മാത്രമേ നിങ്ങൾ എഴുതാൻ വേണ്ടി പാടുള്ളൂ. അല്ലാതെ ഇതിനൊരു മോഡൽ എക്സാം അല്ലേ, ഇത് വെറുതെ അല്ലേ, പബ്ലിക് എക്സാം അല്ലേ പ്രധാനപ്പെട്ടത് എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ പോകരുതടാ. എങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ പോയിട്ടുണ്ടെങ്കിൽ വായിച്ചു കഴിഞ്ഞാല് അക്കൗണ്ടൻസി ക്രിസ്മസ് എക്സാം ശരിയായി. ശരിയാണ്. ഇത് എനിക്ക് തോന്നുന്നത് വിജാസ് നിങ്ങളുടെ ബിനാമിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അക്കൗണ്ടൻസി ഫുൾ ശരിയാണ്. എക്സാമിൽ അക്കൗണ്ടൻസി പൊളിച്ചു. എന്റെ പേര് അഫ്നാസ്. ഇന്നത്തെ സാറിനോട് ചോദിച്ചു നോക്ക്. അഫ്നാസ് ഇനി ഇവിടെ തന്നെ ഉണ്ടാവും, കാരണം അവൻ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ക്രിസ്മസ് എക്സാമില് ഇവിടെ നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്തതിന്റെ റിസൾട്ട് ആണ് അവൻ പറഞ്ഞത്. സോ ഫിജാസ് ഫുൾ ടീമായിട്ട് വരണ ഈ മോഡൽ എക്സാമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞുതരും. സോ നമുക്ക് കാത്തിരുന്ന, നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ടൈം ടേബിളിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. ഒരേ സമയം നമ്മൾ പ്ലസ് വണ്ണിന്റെയും അതേപോലെ തന്നെ പ്ലസ് ടുക്കാരുടെയും ടൈം ടേബിൾ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 2 ചാനലും ഒരേ സമയം പോകേണ്ടുന്ന ഒരു വീഡിയോ ആയിരുന്നു. സോ എന്തായാലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ പ്ലസ് വൺ ചാനലും അതേപോലെ തന്നെ പ്ലസ് ടു ചാനലും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, വിടുന്നതായിരിക്കും, അടുത്ത ദിവസം വരെ ചെയ്യുന്നതായിരിക്കും. സോ ഇത് വളരെ ഷോർട്ട് നോട്ടീസിൽ നമുക്ക് 5 ദിവസം ഈ ദിവസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം കവർ ചെയ്യപ്പെടുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ഒന്നിലധികം എക്സാം എഴുതേണ്ടി വരും. കാരണം 6 പേപ്പർ തന്നെ ഉണ്ടല്ലോ അല്ലെ, ഒന്നിലധികം എക്സാം എഴുതേണ്ടി വരും. സോ നമുക്ക് 15-ാം തീയതി അല്ലെ, 15-ാം തീയതി ഫെബ്രുവരി 15-ാം തീയതി സോ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ സാറേ? ഓക്കെ. സോ 15-ാം തീയതി നമുക്ക് പ്രധാനപ്പെട്ട കോർ പേപ്പേഴ്സിന് മാത്രം ഓപ്ഷൻ പേപ്പേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കോർ പേപ്പറാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് കോർ പേപ്പേഴ്സ് മാത്രം പറഞ്ഞു പോവാം. സോ 15-ാം തീയതി പ്ലസ് വണ്ണുകാരെ സംബന്ധിച്ച് അവർക്ക് 2 പരീക്ഷയുണ്ട്. രാവിലെ ലാംഗ്വേജ് വരുന്നുണ്ട്, ഉച്ചയ്ക്ക് ഇംഗ്ലീഷ് വരുന്നുണ്ട്. 2 പേപ്പർ ഫുൾ പേപ്പർ ആണ്. കൂടുതൽ എഴുതാനുണ്ട്, കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇംഗ്ലീഷിലൊക്കെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കണ്ടമാനുണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് വലിയ എന്താണ് മൊഡ്യൂളിനെ വീണ്ടും സബ് ഡിവൈഡ് ആയിട്ട് അങ്ങനെയൊക്കെ വരുന്ന ചാപ്റ്റേഴ്സ് ആണുള്ളത്. സോ മക്കൾ ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം, ഹാഫ് ഇയർലി എക്സാമിന് ഒരു വെയിറ്റേജ് ഉണ്ടായിരുന്നു. ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ളത്, അതിന് മുൻപുള്ളത് ഒരു വെയിറ്റേജ് ഉണ്ടായിരുന്നു. ഈ മോഡൽ എക്സാമിൽ അങ്ങനെ വെയിറ്റ് ചെയ്യില്ല. 1ാമത്തെ ചാപ്റ്ററും 2ാമത്തെ ചാപ്റ്ററും 5ഉം 7ഉം 10ഉം ഒക്കെ സെയിം വെയിറ്റേജ്. അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് റിവൈസ് ചെയ്ത് വരേണ്ടതുണ്ട്. ഒന്നുകൊണ്ടും നിങ്ങൾ ടെൻഷൻ അടിക്കണം. പ്ലസ് ടുക്കാരെ സംബന്ധിച്ച് അന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ അത് ആഫ്റ്റർനൂൺ ആണ് സാറേ. ആഫ്റ്റർനൂൺ ആണ് എക്സാം. 16-ാം തീയതിയിലാണെങ്കിൽ പ്ലസ് വണ്ണുകാരെ സംബന്ധിച്ചിടത്തോളം 2 വലിയ എക്സാം, 2 വലിയ പേപ്പർ. ഒന്ന് ബിസിനസ് സ്റ്റഡീസും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. 2 വലിയ എക്സാം ആണ് നമുക്ക് എഴുതാൻ. പ്ലസ് ടുവിലെ മാത്സ് ഓപ്ഷൻ എടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു ഡേ ആണ്. ബിക്കോസ് 2 പേപ്പർ കോർ പേപ്പർ ആയിട്ടുള്ള എക്കണോമിക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ പേപ്പർ മാത്സും വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 19 വളരെ ഗ്യാപ്പ്. 17-ഉം 18-ഉം ശനി ഞായറും നിങ്ങൾക്ക് കിട്ടുന്ന ഗ്യാപ്പ് വെള്ളി രാത്രി കിട്ടുന്നുണ്ട്, ശനി രാത്രി കിട്ടുന്നുണ്ട്, ഞായർ രാത്രി കിട്ടുന്നുണ്ട്. തെറ്റിദ്ധാരണ സാറേ, രാത്രികൾ മാത്രമാണ് പഠിക്കാനുള്ളത്. രാത്രിയും പകലും അല്ലേ? രാത്രികൾ പകലുകളാക്കി പകലുകളാക്കി പഠിക്കണം എന്നുള്ള. അപ്പൊ
പ്ലസ് 1 സംബന്ധിച്ച് 19-ാം തീയതി ഇത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. വെരി ക്രൂഷ്യൽ അക്കൗണ്ടിങ്, അതുപോലെ തന്നെ അക്കൗണ്ടൻസി എക്കണോമിക്സും അക്കൗണ്ടൻസിയും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കോർ പേപ്പേഴ്സ് ആണ്. അത് രണ്ടും ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് വലിയ അപ്പോൾ ഇവർക്ക് തോന്നും സാർ ഇത് ഞങ്ങൾ അറ്റൻഡ് ചെയ്താൽ പോലെ ജസ്റ്റ് അറ്റൻഡ്. അങ്ങനെയല്ല കാര്യം എന്ന് വെച്ചാൽ ഈ എക്സാമിന് നിങ്ങൾ ഒരു പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന അതേ ഗൗരവത്തോടു കൂടി തന്നെ അതേ ഗൗരവത്തോടു കൂടി നിങ്ങൾ എക്സാമിനേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, എക്സാം എഴുതണം. അതിനകത്തുള്ള മാർക്ക് എന്താണ് ആൻസർ ഷീറ്റ് അധ്യാപകന്മാർ ഇവാലുവേറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും, പറയാൻ വേണ്ടി പറ്റും ഏത് സബ്ജക്റ്റിലാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ. അതേപോലെ തന്നെ ഏത് ചാപ്റ്റേഴ്സിലാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഏതൊക്കെ സബ്ജക്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു എക്സാം ആണ് നിങ്ങളുടെ മോഡൽ എക്സാം. അല്ലെങ്കിൽ ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്ര എണ്ണം ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ക്വസ്റ്റ്യന്റെ നമ്പർ ഇങ്ങനെയായിരിക്കും അല്ലെ, അതൊന്നും പഠിപ്പിക്കാൻ വേണ്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ എത്ര എണ്ണം ക്വസ്റ്റ്യൻ ഉണ്ടാവും, എത്ര മാർക്കിനാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ മോഡൽ എക്സാം യഥാർത്ഥത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതൊന്നുമല്ല, നിങ്ങൾ പഠിക്കേണ്ടത് അതൊന്നുമല്ല. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ സ്ട്രെങ്ത് എവിടെയാണ്, നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണ്, അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള എക്സാം. എവിടേക്കാണ് നിങ്ങൾ അതിന്റെ സൊല്യൂഷൻ കൊടുക്കേണ്ടത്, ഏതൊക്കെ പേപ്പേഴ്സിനകത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സിനകത്ത് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യണം. 21 കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് സാറ് പറഞ്ഞതുപോലെ വീക്ക്നെസ്സുകളെ ഐഡന്റിഫൈ ചെയ്യുക, അത് നമ്മളെ സ്ട്രെങ്ത് ആക്കി മാറ്റുക. ഈ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ പബ്ലിക് എക്സാം എഴുതാൻ പോകുമ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് എഴുതണം. ദെൻ നിങ്ങൾക്ക് ഈ മോഡൽ എക്സാമിൽ തകർക്കാൻ വേണ്ടി നോട്ട് ചെയ്ത് ഈ മോഡൽ എക്സാം തകർക്കാൻ വേണ്ടി ഇലാൻസ് ഒരു സർപ്രൈസുമായിട്ട് ഈ മാസം അവസാനം 31/2023 ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് മോഡൽ എക്സാം തകർക്കാൻ. സോ അടുത്തത് +2-ലാണെങ്കിലും ഇതേപോലെ അക്കൗണ്ടൻസിയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും. സാറൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഞായറാഴ്ച രാത്രി എന്ന് പറയുന്നത് അക്കൗണ്ടിങ് അധ്യാപകരായ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലേ. അതുകൊണ്ട് നിങ്ങൾ തളർന്നു പോകുമോ? ഒരിക്കലും ഇല്ല. ഞങ്ങൾ ആ മൂന്നാമനെ കൂടെ വിളിക്കും. ഞങ്ങൾ 3 പേരുടെ വന്ന് നിന്ന് തകർത്ത് തരുവാണ്, അടിപൊളിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരേ സമയത്ത് 2 സ്റ്റുഡിയോയിലായിട്ട് 2 ഇയറിന്റെ ക്ലാസ് സോ സാറേ, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ 20-ാം തീയതി 19 കഴിഞ്ഞ് 20-ാം തീയതി വരുമ്പോഴത്തേക്കും സ്റ്റാച്യു ഓപ്ഷൻകാർക്ക് മാത്രമാണ് എക്സാമിനേഷൻ ഉള്ളത്. +2-ലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലീഷും പാർട്ട് സെക്കൻഡ് ലാംഗ്വേജ് ആണ് വരുന്നത്. സോ ഇംഗ്ലീഷ് ആണ്, നമുക്കറിയാം ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് നഷ്ടപ്പെടുന്ന പേപ്പർ ആണ്. +1 സംബന്ധിച്ചാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. സോ 21-ാം തീയതി മാത്സ് വരുന്നുണ്ട്. അവൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സാം 19-ന് കഴിയും അല്ലെ, +2-ല്. പക്ഷെ +1-കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 21 വരെ +1-കാർക്ക് കഴിയും, +2-കാർക്ക് എനിക്ക് തോന്നുന്നു +2-കാർക്ക് കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഈ ഒരു ടൈം ടേബിൾ പ്രകാരമുണ്ട്. സോ ഏത് ടൈം ടേബിൾ എങ്ങനെ തന്നെ ആയി കഴിഞ്ഞാലും പബ്ലിക് എക്സാമിന്റെ ടൈം ടേബിൾ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കും, ഒരു ദിവസം വരെ എക്സാമിനേഷൻ എന്ന രീതിയിൽ തന്നെയായിരിക്കും. പിന്നെ സാറേ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇപ്പം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അല്ലെ, പണ്ട് കാലങ്ങളിൽ നടക്കുന്ന യുദ്ധം എപ്പോഴും അൺഎക്സ്പെക്ടഡ് ആയി. ആ യുദ്ധത്തെ നമ്മൾ ജയിക്കുന്ന എങ്ങനെയാ, നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി. എനിക്ക് പടയപ്പേനൊക്കെ കട്ടപ്പേനെ ഓർമ്മ വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഇവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, ഏറ്റവും മികച്ച മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, അതിന്റെ സ്ട്രാറ്റജീസ് നമ്മൾ ഇപ്പോൾ സെറ്റ് ആക്കി തുടങ്ങും അല്ലെ. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു കട്ടപ്പയല്ല, ഒരുപാട് കട്ടപ്പന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ടടാ. സോ നിങ്ങൾക്ക് ഒരു ബാഹുബലിയെ പോലെ അല്ലെ, നിങ്ങളുടെ റൂട്ട് ക്ലിയർ ആയിരിക്കും, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അടിപൊളിയായിട്ട് പഠിക്കാം, യാതൊരുവിധ ടെൻഷന്റെ ആവശ്യമില്ല. ടെൻഷൻ ആക്കുന്ന ഈ ടൈം ടേബിളിനെ ഏറ്റവും രസകരമാക്കി, ഏറ്റവും അടിപൊളിയാക്കി നമ്മൾ ആ മോഡൽ എക്സാമിൽ തന്നെ +2-ൽ വാങ്ങുന്ന മാർക്ക് എന്താണ് നമ്മൾ ഇവർക്ക് പറഞ്ഞു അല്ലെ. ഫുൾ A+ അല്ല, ഫുൾ മാർക്കാണ്. ഫുൾ മാർക്ക് വാങ്ങി കോൺഫിഡന്റ് ആക്കി ആ മാർച്ച് എക്സാമിന് കൂളായിട്ട്, ഒരു ടെൻഷൻ ഇല്ല അല്ലെ. എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയ പേപ്പർ എനിക്ക് തോന്നുന്നു 15-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ മാസം ഡിസംബർ എൻഡ് ആയി കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് ഇവരുടെ ഈ എക്സാമിലേക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 45 ദിവസം, 45 ഡേയ്സ്. സോ 45 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ
ഇതാണ് നമുക്ക് യെസ് യെസ്. അപ്പൊ ജനുവരി 31 എന്നോട് പറഞ്ഞു ഡിസംബർ 31 ഡിസംബർ 31 എന്നോട് ആ സർപ്രൈസ് ചിലപ്പോൾ പറഞ്ഞു പോയതുകൊണ്ട് അത്രയേറെ ഞാൻ എക്സൈറ്റഡ് ആണ്. Yes. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു എക്സാമിന് ഞങ്ങളെ വേറെ ലെവൽ സപ്പോർട്ടാണ്. Yes, yes, yes. വേറെ ലെവൽ സപ്പോർട്ട്. വേറെ ലെവൽ സപ്പോർട്ട്. സോ മക്കളെ നമുക്ക് ഇത്രയേ പറയുള്ളൂ. ഈ ടൈം ടേബിൾ നമുക്ക് വന്നു കഴിഞ്ഞു. ഇനി നമ്മള് പ്ലാൻ വെക്കലും അതിന്റെ ആക്ഷനിലേക്കാണ് നമ്മൾ പോകേണ്ടതായിട്ടുള്ളത്. നിങ്ങൾ കൂടെ വന്നാൽ മാത്രം മതി. നിങ്ങൾ നല്ല മാർക്കിൽ സ്കോർ ചെയ്യുന്ന ഈ മോഡൽ എക്സാം നമ്മളെ സംബന്ധിച്ച് എന്താണ് 99 എന്ന് പറയുന്ന ഒരു ചവിട്ടുപടിയാണ്. Yes. അത് കഴിഞ്ഞ് നമുക്ക് എടുത്തു വെക്കുന്നത് 100ലേക്കാണ്. ഓക്കെ, 100 എന്ന് പറയുന്നത് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ ആണ്. സോ ഈ 99ാമത്തെ ഈ ചവിട്ടുപടി ഏറ്റവും നല്ല രീതിയിൽ എടുത്തു വെക്കുമ്പോഴാണ് ഏറ്റവും സ്ട്രെങ്തോട് കൂടി നിങ്ങൾക്ക് 100ാമത്തെ പടിയിലേക്ക് ലെവലിലേക്ക് പോകാൻ പോകാൻ വേണ്ടി പറ്റും. സോ അതിന് ഞങ്ങൾ കൂടെ ഉണ്ടാവും. സോ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഏറ്റവും നന്നായിട്ട് പഠിക്കുക, എലാൻസ് ട്യൂഷന്റെ കൂടെ നിൽക്കുക. സോ ഞങ്ങൾ നിങ്ങളെ ഏറ്റവും നല്ല മാർക്കിലേക്ക് യെസ് യെസ്. ഈ ഒരു ഇൻഫർമേഷൻ വേഗം ഈ ലൈവ് കാണുന്ന എല്ലാ ആളുകളും ക്ലാസ്സിലേക്ക് ഷെയർ ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ ആവശ്യമാണോ, നിങ്ങൾക്ക് വൺ ഷോട്ട് ആവശ്യമാണോ, നിങ്ങൾ കമന്റ് ചെയ്യുക. കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടോ? ഇവിടെ സ്വാതി എന്ന് പറയുന്ന ആളെ AFSന്റെ സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് തരൂടാ. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വീഡിയോ സ്പെഷ്യൽ ടൈം ടേബിൾ ആയിരിക്കും. സ്പെഷ്യൽ ടൈം ടേബിൾ നമ്മളത് തന്നിരിക്കും. നിങ്ങൾ യാതൊരുവിധ ടെൻഷന്റെ ആവശ്യമില്ല. കംപ്ലീറ്റ് സപ്പോർട്ട് തന്നിരിക്കും. സോ മാക്സിമം ഷെയർ ചെയ്യുക, ക്ലാസ് ഗ്രൂപ്പിലേക്ക് വിടുക. സോ നമ്മൾ ആ ന്യൂ ഇയർ ചലഞ്ച് ഇതാ നമ്മൾ തയ്യാറായിക്കോളൂ. നിങ്ങൾ അടക്കേണ്ട ന്യൂ ഇയർ ചലഞ്ച് നമ്മൾ ഡിഫൈൻ ചെയ്തു തരും അല്ലെ. കൂടെ ഉണ്ടാവും, കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടാവും. സോ അടിപൊളിയായിട്ട് പഠിക്കാം. സോ എനിവേ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ്. പേല പോയേ +2